നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 പേർക്കും സ്വാഗതം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നിഖില ഇരിക്കുന്നു, അനുശ്രീ ഇരിക്കുന്നു. രണ്ടുപേരോട് ഒന്നും ചോദിക്കുന്നില്ല. ഹേമയെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ ആൻറ്റിയാന്ന് പറയുന്ന ആദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യമേ ഇല്ല. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എപ്പോഴും. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. വരാനുള്ളത് വല്ല വിഷയം വഴി തെങ്ങുന്ന് കരുതി, പക്ഷെ നടന്നില്ല. പറയുന്ന ഇത്രയും വലിയ വിഷയം നടക്കും പ്രതികരിക്കാതെ പോകുന്നത് പ്രതികരിക്കുകയും ചെയ്തു. അല്ല, എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ ഈ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്. ഇതൊന്നും കണ്ട് വരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അമ്മയിൽ ഭാരവാഹി ആകുന്നതൊക്കെ നിഖിലയൊക്കെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആർജവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. മത്സരിക്കുന്നുണ്ടോ? ഇല്ല. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ നിഖില? അല്ല, എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. ആരും അറിഞ്ഞില്ല. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. നിങ്ങൾ ചോദിച്ചൊരു ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നില്ല. അത് മാധ്യമ സ്ഥാപനമായുണ്ട്. അവിടെ തന്നെ തീരുന്നു, അതിന്റെ ഉള്ളിൽ തീരുന്നു. എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രശ്നം വെച്ചൊരു TRP എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. അതെ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ അല്ലേ ഇത് വിഷ്ണുവേട്ടന്റെ വേർഷൻ ഓഫ് പ്രണയം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു പ്രണയമായിട്ട് വരുന്നില്ല അല്ലേ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. അത് 11 വ്യാഴം. ഇത് കണ്ടക ശനി കൊണ്ടേ പോവും. കോണത്തെ എന്തിനും ആൻസർ ഉണ്ട് കേട്ടോ. ഇത് എന്തെങ്കിലും ആയ തീരും. ചോദ്യം ചോദിക്കുന്നത് ഞാൻ ചുമ്മാ ചോദിച്ചോളൂ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ എന്തൊരു ദിവസം ഏതൊരു ഇന്റർവ്യൂ കഴിഞ്ഞ് തന്നെ കണ്ടപ്പോ നിഖില ഇപ്പോൾ എയറിലാണ്. ഞാൻ പറഞ്ഞു ഞാനല്ല നിങ്ങൾ മറന്നുപോയോ. നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? പറഞ്ഞു. അപ്പൊ പോണില്ലേ? വാടാ, ഇവന്റെ അടുത്തേക്ക് സംസാരിച്ച സമയങ്ങളാണ്. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം.